ടി കുര്യാക്കോസ് സാറ്, മാമൻ സാറ്, കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, ആയി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാതന്ത്ര്യം പ്രാർത്ഥനാ സംഘവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ത്രിയേക ദൈവനാമത്തിൽ സ്നേഹവന്ദനം. 2-3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, ഈ ഇടവകയുടെ കൃത്യമായി നടന്നു വരുന്നതായ സ്വാതന്ത്ര്യം പ്രാർത്ഥന സംഗമത്തിൻ്റെ യോഗമാണ്. 2 പിതാക്കന്മാരെ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. 3, ആ അനുസ്മരിക്കുന്ന പിതാക്കന്മാർ എന്ത് ചെയ്തുവോ ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കുവാൻ തക്കമുള്ളതായ ചിന്തകളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം പറഞ്ഞ് ഞാൻ ചെറുതെ ആരംഭിച്ചങ്ങ് അവസാനിപ്പിച്ചോളാം. ഒത്തിരി നേരം ഞാൻ നിൽക്കുന്നില്ല. കാരണം ഇവിടെ മാമൻ സാറ് ചില പ്രസൻറ്റേഷൻ കാണുമെന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവരും കാണുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ സമയം ഒരുപാട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യം വളരെ സിമ്പിളായൊരു വാക്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമായിട്ട് ഞാനങ്ങ് ഉച്ചരിക്കുന്നു മാത്രമേ ഉള്ളൂ. 1 പത്രോസ് 3:14, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിക്കും. ഇതാ വാക്യം. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിക്കും. കർത്താവ് പറഞ്ഞ വാക്യം നമുക്ക് നല്ലപോലെ അറിയാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാൻ എന്തിനാണ് ഈ 2-3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വാക്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്യം ആക്ഷരികമായി നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെങ്കിൽ നാം ഇന്ന് അനുസ്മരിക്കുന്ന പിതാക്കന്മാർ വളരെ സന്തോഷിക്കും. സ്വാതന്ത്ര്യ പ്രാർത്ഥന എന്നതിൻ്റെ മഹത്വം വർദ്ധിക്കും. മദ്യപാന അസക്തി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അത് വിമുക്തി നേടാനുള്ളതായ അല്ലെങ്കിൽ അതിനോട് പടവരുന്നതായ യുദ്ധത്തിന് നമുക്ക് അറുതി നല്ലതുപോലെ തന്നെ വിജയിച്ച് മദ്യപാനത്തിനൊരു അറുതി വരുത്തുക എന്നുള്ളത് നമുക്ക് സാധ്യമാണ്. ഞാൻ ഈ പറയുന്നതിനെ ഒരു അതിശയോക്തിയായിട്ടോ വിരോധാഭാസമായിട്ടോ നിങ്ങൾ കാണണ്ട. മദ്യം എന്നത് ഒരു വലിയ വിഷമാണ്, ഭയങ്കര വിഷമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ 1-2 വാക്യങ്ങൾ വീഞ്ഞു കുടിക്കുന്നതിന് അനുകൂലമായിട്ട് ഉണ്ട്. കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവമുണ്ട്. പിന്നെ ജീർണത മാറ്റാനായിട്ട് അല്പം വീഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയൊക്കെ എടുക്കാമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് പറയും ഇതൊക്കെ കണ്ടുപിടിച്ച് വേണം കാര്യങ്ങൾ നടത്താനായിട്ട്. വളരെ ഭംഗിയായിട്ടാണ് വികല വ്യാഖ്യാനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു വലിയ മദ്യപാനിയുടെ മുമ്പിലോട്ട് ഒരു നല്ല കൗൺസിലർ ഒരു ഗ്ലാസ് ചാരായവും മറ്റേ ഗ്ലാസ്സിൽ വെള്ളവും വെച്ചിട്ട് ചാരായത്തിനും വെള്ളത്തിലും 2 പ്രാണിയെ പിടിച്ചിട്ട കഥ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ട് കാണും. വെള്ളത്തിൽ പിടിച്ചിട്ട പ്രാണി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കാൻ തുടങ്ങി. ചാരായത്തിൽ പിടിച്ചിട്ട പ്രാണി കുറച്ചു നേരം കഴിഞ്ഞപ്പം അത് ചത്തുപോയി. അപ്പോൾ നിനക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായോടാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ശരി എനിക്ക് മനസ്സിലായി, ഞാൻ ചാരായം കുടിച്ചാൽ എൻ്റെ വയറ്റിലുള്ള എല്ലാ പ്രാണികളും ചത്തുപോയിക്കോളും.
കഥ എങ്ങനെയാ പോകുന്നത്? നമ്മുടെ ഇന്നത്തെ കഥകൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാസ്റ്റർ ഒരു നാരായണൻകുട്ടിയെ വെള്ളത്തിൽ മുക്കി സ്നാനം കൊടുത്തു. ഈ നാരായണൻകുട്ടി എന്ന് പറയുന്ന ആള് മഹാമതിപാനിയാണ്. പാസ്റ്റർ മത്തായിയാക്കി മാറ്റി, നാരായണൻകുട്ടിയെ മത്തായിയാക്കി മാറ്റി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയുടെ നാമത്തിൽ സ്നാനം മുക്കിക്കൊണ്ട് മത്തായിയാക്കി. വീട്ടിൽ ചെന്നിട്ട് അലമാരിക്കകത്തിരിക്കുന്ന റമ്മൂപ്പി എടുത്ത് ഒരു വലിയ ബേസിനകത്തോട്ട് വെള്ളം എടുത്തിട്ട് ആ റമ്മൂപ്പി അതിനകത്തോട്ട് മുക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ചായയാക്കി മാറ്റി. നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ രീതികളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ വികലമാക്കാൻ, ലഭിക്കുന്ന സന്ദേശങ്ങളെ എത്രയും വികലമാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനും ഒക്കെ മിടുക്ക് കാണിക്കുന്ന ആളുകളാണ്. മദ്യത്തിൻ്റെ വിഷത്തെക്കുറിച്ച് പറയുന്നത് കുടുംബങ്ങളെ മുഴുവൻ നശിപ്പിക്കുക. എത്രയോ കുടുംബങ്ങൾ ഇതുകൊണ്ട് നശിച്ചിരിക്കുന്നു എന്നത് നമ്മളൊന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന പള്ളിക്കാർ അവരവരുടെ പള്ളികളിലെ തന്നെ ഒരു സെൻസസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ വിഷയം കൊണ്ട് എത്രയോ കുടുംബങ്ങൾക്ക് നശീകരണം സംഭവിച്ചിരിക്കുന്നു എന്നത്. അത് ഞാൻ ഈ പുതുപ്പള്ളി പള്ളിയിൽ കൂടുന്ന AA ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങുകളിൽ 2-3 പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവിടെ കൂടുന്ന സഹോദരങ്ങൾ നശീകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി വന്നവരാണ്. നശീകരണത്തിൽ നിന്ന് അങ്ങേ അറ്റത്ത് പോയിട്ട് തിരിച്ച് രക്ഷപ്പെട്ട് കയറി വന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് അവർ വിളിച്ചു പറയുന്നത്. അവരത് രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് ഇനിയുള്ള ജീവിതകാലമെങ്കിലും നശീകരണത്തിലേക്ക് പോകാതെ നേരെ ജീവിക്കാമെന്ന കൊതി അവരവിടെ പ്രകടിപ്പിക്കുന്നു. അത് ആര് അതിന് മെനക്കെട്ടു അവർ മാത്രമല്ല, കുടുംബം മുഴുവനും അതിലേക്ക് രക്ഷയുടെ ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് കാണുന്നതാണ് ഞാൻ ഈ മീറ്റിങ്ങുകൾ വന്നപ്പോൾ പങ്കെടുത്തപ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനോടൊരു പ്രത്യേക താല്പര്യം വർദ്ധിക്കുവാനുള്ള ഒരു കാരണം. ഈ പള്ളിയിൽ നടന്ന 1-2 മീറ്റിങ്ങുകളിൽ പങ്കെടുത്തതുകൊണ്ടാണ് ഈ ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണെന്നും അത് നമ്മുടെ എല്ലാ ഇടവുകളിലെയും ഇടവുകളിൽ മാത്രമല്ല നമ്മളൊക്കെ ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ അയൽക്കാരുണ്ടെങ്കിൽ അവരും നമ്മുടെ വീട്ടിലുള്ളവരും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് വളരെ ആവശ്യമാകുന്നു എന്ന് എൻ്റെ മനസ്സിൽ വന്നത്. സത്യം പറഞ്ഞാൽ ഈ മാമൻ സാറും വാഴക്കലച്ചനുമാണ് എന്നെ ഇതിനെ പ്രേരിപ്പിച്ച 2 പേര്. വാഴക്കലച്ചൻ പിന്നെ പാറക്കലച്ചൻ്റെയും റബ്ബാച്ചൻ്റെയും ശേഷം ആരും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ വാഴിക്കുകയാണ്, പുതിയതായിട്ട് വാഴിക്കുക. അച്ഛന് മലങ്കര സഭയുടെ ഒരു വക്താവായി മദ്യത്തിനെതിരെ പോരാടായി മറ്റേ പിതാക്കന്മാരുടെ പിൻഗാമിയായി മാറണമെന്നുള്ള കാര്യം ഞാൻ അച്ഛനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ കാണും, പ്രവർത്തനം കാരണം കൂടെ നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് കൊള്ളണമെന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. മദ്യങ്ങൾ കുടുംബങ്ങളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, മദ്യങ്ങൾ ആരാധനാലയങ്ങളെ നശിപ്പിക്കുന്നു. ഇതാ തിരുമേനി പറയുന്നതിനകത്തൊരു വിരോധാഭാസം ഉണ്ടാകാൻ, അതിശക്തി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇവിടെ വേറെ സഭകളിൽപ്പെട്ടവരും മതങ്ങളിൽപ്പെട്ടവരെ കാണുമായിരിക്കും. എന്നാലും ഞാൻ പറയാം, നമ്മുടെ പള്ളികളിൽ പലയിടത്തുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ തിരക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ ആളുണ്ട്. ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം, ഇപ്പൊ കൊല്ലണം. പുതുപ്പള്ളി പള്ളി വെച്ച് ഞാൻ പറയുന്നത്, ഇവർക്ക് സാധാരണ നാമത്തിലുള്ള വലിയ വിളി കേട്ടാൽ കേൾക്കുന്ന ഒരു പള്ളിയിൽ വെച്ച് ഞാൻ പറയുകയാണ്, നമ്മുടെ പള്ളികളുടെ നശീകരണത്തിന്റെയും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ വില്ലനാണ്. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? തെറ്റില്ല. പല പള്ളികളിലും
സഭാ വ്യത്യാസമൊന്നും കൊടുക്കേണ്ട. ഓർത്തഡോക്സ് എന്നും മാർത്തോമ എന്നും പെന്തക്കോസ് എന്നും. പണ്ട് പെന്തക്കോസുകാരാണ് ഇതിനൊക്കെ എതിരായിരിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ ഈ കഥ കൂടിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. ക്രൈസ്തവ സഭകളിൽ ദൈവികത നഷ്ടമായിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ ഇതാണ്. അങ്ങനെയുള്ളതിനെ അടിച്ചോടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദേവാലയങ്ങളിൽ നിന്ന് മദ്യത്തെയും മദ്യപാനികളെയും അടിച്ചിറക്കേണ്ട കർത്താവായ യേശുവിനെ ചാട്ടവാറെടുത്തതുപോലെ എടുക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ആരും വിസ്മരിക്കാൻ പാടില്ല. ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തിയാൽ ഞാൻ തിരുത്തിക്കൊള്ളാം. നമ്മുടെ ദേവാലയങ്ങളിൽ പോലും മദ്യപാനം എന്നത് ഇപ്പോൾ നശീകരണങ്ങളുടെ കാവൽക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരവസ്ഥയാണ്. സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതി ഈസ് ബിക്കമിങ് എ ഫാഷൻ. ഇതൊരു ഫാഷനാണ്. മദ്യം സേവിക്കുക എന്നത് ഒരു ഫാഷനാണ്. ഈ പഴയ കാലത്ത് ഈ ചെറുപ്പക്കാരൊക്കെ പിന്നെ എല്ലാവരും സിഗരറ്റ് വലിക്കുന്നതായിരുന്നു ഒരു ഫാഷൻ. ഇപ്പൊ സിഗരറ്റ് വലി അങ്ങനെ അധികം കാണുന്നില്ല. ഉണ്ട്, പക്ഷെ അതൊരു അപ്രോച്ച്. ഇപ്പം ഇറ്റ് ഈസ് ബിക്കമിങ് എ ഫാഷൻ ടു ടേക്ക് സം ഇൻടോക്സിക്കൻസ് ഇൻസൈഡ്. അകത്തേക്ക് ചില ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും അതിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് കുറച്ച് ഫോട്ടോസ് കാണാനുണ്ടായി. ഞാൻ നോക്കി കഴുത്തേലിട്ടിരിക്കുന്ന മാലയിലേക്ക് കുരിശുണ്ടോ, ചിലരുടെ കഴുത്തെ കുരിശ് കണ്ടു. സന്തോഷമായി. കാരണം യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ നമ്മുടെ ചെറുപ്പക്കാര്, നമ്മുടെ പുരുഷ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇതിന്റെ പിന്നാലെ വളരെ ഭംഗിയായി ഉണ്ട്. അപ്പനും അമ്മയും നല്ലൊരു മൊബൈലൊക്കെ മേടിച്ചു കൊടുത്ത് വല്ലയിടത്തൊക്കെ പഠിക്കാനൊക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നടത്തുന്ന നാടകങ്ങളെ കുറിച്ച് ഈ മാതാപിതാക്കൾക്ക് യാതൊരു വിവരവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ള സങ്കടകരമായ അവസ്ഥ കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി നിന്നയല്ല, കയറി നിന്നപ്പം അങ്ങ് അറിയാതെ പറഞ്ഞു പോയത്. മുഹമ്മദ് സാർ എന്നോടൊക്കെ പഴന്നിരുന്നു കേട്ടോ. ഞാൻ ഇതൊക്കെ പറഞ്ഞു അറിയാതെന്ന് പറഞ്ഞു പോയതാണ്. മദ്യപാനത്തിന് എതിരെ പോരാടിയ രണ്ട് പിതാക്കന്മാരെയാണ് അനുസ്മരിക്കുന്നത്. വന്ദനായ പാറക്കലച്ചനെയും യോഹാനോൻ പ്രഭാഷനെയും. കോട്ടയം മദ്രാസത്തിലെ യുവനപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകര് പാമ്പാടി ദേറായിൽ നിന്ന് ബഹുമാനപ്പെട്ട ബിറ്റു അച്ഛൻ്റെയും അതിൻ്റെ മദ്രാസ് സെക്രട്ടറി അനിയുടെയും നേതൃത്വത്തിൽ ദിമശികയിലേറ്റി മദ്യവിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ ദേവാലയത്തിലേക്ക് വന്നു. പാമ്പാടി ദേറായിലെ കബറടത്തിൽ തുടങ്ങി പാറക്കലച്ചന്റെ കബറടത്തിൽ വന്ന് പ്രാർത്ഥന നടത്തിയാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊരു പ്രതിജ്ഞയായിരിക്കണം, ഒരു തീരുമാനമായിരിക്കണം. ഞങ്ങൾ മദ്യം തൊടുകയില്ല എന്നും മദ്യത്തിനെതിരെ പോരാടുമെന്നും മദ്യപിക്കുന്നവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുമെന്നുള്ള ഒരു പ്രതിജ്ഞയായിരിക്കണം ഇന്ന് യുവന പ്രസ്ഥാനത്തിലെ പ്രിയപ്പെട്ട മക്കൾ നടത്തിയതായ റാലിയിലൂടെ ഉണ്ടാകേണ്ടതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വന്ദനായ പാറക്കലശന്റെയും യോഹാനോൻ പ്രഭാഷന്റെയും പ്രവൃത്തി പദങ്ങളെ കുറിച്ച് കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ ഈ രണ്ട് പിതാക്കന്മാരോടും കൂടുതൽ അടുത്ത് നിന്ന ആളുകളാണ് നിങ്ങളെ ദൈവത്തിലേക്ക് നയിച്ച രണ്ട് പിതാക്കന്മാരുടെ മുമ്പിൽ ബലഹീന ഞാൻ എൻ്റെ സ്നേഹപുഷ്പങ്ങൾ സമർപ്പിക്കുകയാണ്. മദ്യവിപത്തിനെതിരെ പോരാടിയതായ രണ്ട് പേരെ ഇന്നിവിടെ ആദരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട വാഴക്കലച്ചൻ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട കുര്യാക്കോസ് സാർ, മാമൻ സാർ. കുര്യാക്കോസ് സാർ ശാരീരികമായി അല്പം അസ്വസ്ഥനാകുന്നു എങ്കിലും ഈ പരിപാടിക്ക് ഇവിടെ കടന്നു വന്നു എന്ന് കാണുന്നത് തീർച്ചയായും ഇതിനോടുള്ളതായ, അല്ലെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടി യുദ്ധം ചെയ്തുവോ ആ യുദ്ധം നേരെ അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. പ്രിയപ്പെട്ട മാമൻ സാറിന്റെ പ്രവർത്തനങ്ങളെ ഞാനിവിടെ കോട്ടയത്ത് വന്നതിന് ശേഷം ഞാൻ നല്ലതുപോലെ കാണുന്നുണ്ട്. വാഴക്കലച്ചൻ പറഞ്ഞതായ ഇവർ രണ്ടുപേരുടെയും ഉപവാസങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണെങ്കിലും ഇവരുടെ പ്രവർത്തന മേഖലകളെ ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. രണ്ടുപേരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു.
കുര്യാക്കോസ് സാറിന് ദൈവം തമ്പുരാൻ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുടെ വിടുതൽ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാമൻ സാറും കുര്യാക്കോസ് സാറും നടത്തുന്നതായ എല്ലാ ദൈവിക പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്നു, ആശംസകൾ സമർപ്പിക്കുന്നു. ഈ യോഗത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവമക്കൾ ഒരു പ്രതിജ്ഞ എടുക്കുക: ഞങ്ങൾ ഇനി ഒരു കാരണവശാലും മദ്യം ആരെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കുകയില്ല. ആരെങ്കിലും ഞങ്ങൾ മുമ്പാകെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ തിരുത്തുവാനായി ഞങ്ങൾ ഇടപെട്ട് തിരുത്തേണ്ട വഴികളിലൂടെ തിരുത്തുവാനായിട്ട് ശ്രദ്ധിക്കും എന്ന ഒരു നല്ല പ്രതിജ്ഞ എടുത്ത് ഇവിടെ ഇരിക്കുന്ന 100 പേര് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ 200 പേര് നന്നാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 200 പേര് നന്നായാൽ അവിടെ നിന്ന് 400ലേക്ക് അത് നീങ്ങുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.